ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി ഗ്രാമഫോണാണ്. ബൾബിൻ്റെ കവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമുക്ക് വേണ്ട വലുപ്പത്തിൽ ബൾബിൻ്റെ കവർ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിന് പകരം നമുക്ക് വേറെ സോപ്പിൻ്റെ കവറോ സ്പ്രേയുടെ കവറോ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് വലുപ്പം കൂടുകയോ കുറയുകയോ ചെയ്യുകയും. ഇതിന് പുറത്ത് വേറെ കട്ട് പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. അതിനായിട്ട് കേക്കിൻ്റെ കവറോ കല്യാണക്കുറിയോ കട്ട് ചെയ്ത് 4 സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബേസ് വരുന്ന ഭാഗത്ത്, അതായത് താഴെയും മുകളിലും കാർഡ്ബോർഡാണ് ഒട്ടിക്കുന്നത്. നമ്മൾ ഏത് കവറാണോ എടുക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ട് വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം വലിയ കാർഡ്ബോർഡ് എടുക്കണം, അതിന് മുകളിൽ ചെറിയ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ബൾബിൻ്റെ കവർ അതിന് മുകളിൽ ഒട്ടിക്കണേ. അതുപോലെ തന്നെ ആ കാർഡ്ബോർഡ് മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം വലുത്, പിന്നെ ചെറുത്. വലുതിൻ്റെ സൈഡ് ചെറുതായിട്ട് വളച്ചൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ലുക്കായിരിക്കും. ഗ്രാമഫോൺ പല ഷേപ്പിലുണ്ടല്ലോ. ഇനി 4 ഈർക്കിലി എടുക്കുന്നുണ്ട്. ഇതുപോലെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് തോന്നുവേ. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഡിസൈൻ പോലെ വെക്കുന്നുണ്ട്. ഇതിന് പകരം മുത്ത് വെക്കാം. അങ്ങനെ നിങ്ങളുടെ ഐഡിയാസിൽ വരുന്ന എന്താണോ അത് ചെയ്യാം കേട്ടോ. ബേസിൻ്റെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. അത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്തൊരു ഡിസ്ക്കാണ് റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പും വാച്ചിൻ്റെ ബാക്കിലത്തെ അടപ്പും എടുക്കുന്നുണ്ട്. അതൊന്ന് ശകലം പൊങ്ങി നിൽക്കാനായിട്ട് അടിയിലൊരു ബട്ടൺസോടെ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇനി ഹോണാണ് ചെയ്യുന്നത്. ചാർട്ട് പേപ്പറിൽ ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്യുക. അത് വീഡിയോയിലെ പോലെ മടക്കുക. മാക്സിമം എത്ര മടക്കാവോ അത്രയും തന്നെ മടക്കണേ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വളച്ച് വെട്ടണം. നമുക്ക് ഈ ചാർട്ട് പേപ്പറിന് പകരം കല്യാണക്കുറിയോ കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ എടുത്തേച്ചാൽ മതി. പിന്നെ ഈ ഹോണിൻ്റെ ആകൃതി വരാനായിട്ട് അതിൽ നിന്ന് ഒരു മടക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഹോണിൻ്റെ സൈഡ്, അതായത് വളഞ്ഞിരിക്കുന്ന ഭാഗം പുറത്തോട്ട് മടക്കി വെക്കണം. ഇതെല്ലാം ഹോണും ബേസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ്. പിന്നെ ഹോണിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു ഹോളൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോണിൻ്റെ ബാക്കിൽ നമ്മുടെ ആ കോണ് പോലെ ഇരിക്കുന്ന പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ആ ചുരുട്ടിയ പേപ്പർ ആ കോണിന് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി ആ കോൺ പോലത്തെ പേപ്പറും ചുരുട്ടിയ പേപ്പറും കൂടെ ജോയിൻ ചെയ്ത ഭാഗത്ത് ഈ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. ആ ചുരുട്ടിയ പേപ്പറിനുള്ളിലേക്ക് ബഡ്സ് എടുത്തിട്ട് ബഡ്സിൻ്റെ 2 സൈഡിലും പഞ്ഞി കളഞ്ഞിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കൂർപ്പിച്ചതിന് ശേഷം അതുള്ളിലേക്ക് കയറ്റി വെക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അറ്റത്തായിട്ട് സൗണ്ട് ഹോളിനായിട്ട് ഒരു ബട്ടൺസും കൂടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ആ ബേസിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം.
ഡിസ്കിന് ബ്ലാക്കും പിന്നെ സിൽവർ കളർ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സെൻറ്ററിലായിട്ടൊരു ബ്രൗൺ കളറും കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോണിന് ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. സൈഡിലായിട്ടൊരു ഹാൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാൻഡിൽ വെച്ചിരിക്കുന്നത് ബഡ്സ് വളച്ചിട്ടാണ്. പിന്നെ അതിന് കളറും കൂടെ കൊടുക്കുന്നുണ്ട്. പഞ്ഞി വരുന്ന ഭാഗത്ത് ബ്ലാക്ക് കളറും പിന്നെ ബാക്കി വരുന്നിടത്ത് ഗോൾഡൻ കളറുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.